वासुदेवाय। ओम नमो भगवते 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 वासुदेवाय। नारायणं नमस्कृत्यं नारायणं नमस्कृत्य नरं चैव नरोत्तमं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया नित्यं भागवतसेवया भगवतीरुत्तमश्लोके उत्तमश्लोके भक्तिर्भवति नैष्टिकी। भक्तिर्भवति नश्यति। मूकं करोति वाचालं मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। श्रीपरमानन्दमाधवं। ഭഗവത്ഗീത 14-ാം അധ്യായം 17-ാം ശ്ലോകം. പതിനാലാം അധ്യായം 17-ാം ശ്ലോകം. സ്വത്താം സഞ്ജായതേ ജ്ഞാനം രാജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാം സഞ്ജായതേ ജ്ഞാനം രാജസാ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സ്വത്താം സഞ്ജായതേ ജ്ഞാനം രാജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാം സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാ സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വാ സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹോ തമസോ
तमसो भवतो ज्ञानमेव च सत्त्वा संजायते ज्ञानं रजसो लोभ एव च प्रमादमोहो तमसो भवतो ज्ञानमेव च सत्त्वा संजायते ज्ञानं रजसो लोभ एव च रजसो लोभ एव च प्रमादमोहो तमसो प्रमादमोहो तमसो भवतो ज्ञानमेव च भवतो ज्ञानमेव च सत्त्वा संजायते ज्ञानं रजसो लोभ एव च प्रमादमोहो तमसो भवतो ज्ञानमेव च सत्त्वा संजायते ज्ञानं रजसो लोभ एव च प्रमादमोहो तमसो भवतो ज्ञानमेव च വാക്കർത്ഥം സത്വാത് സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനം ജ്ഞാനവും രജസിൽ നിന്ന് ലോഭയേവച ലോഭവും സഞ്ജായതേ ഉണ്ടാകുന്നു തമസ തമസിൽ നിന്ന് പ്രമാദമോഹോ പ്രമാദവും മോഹവും അജ്ഞാനമേവച അജ്ഞാനവും ഭവത ഭവിക്കുന്നു വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീലപ്രഭുപാദ് കി ജയ്. വിവർത്തനം സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. ഭാവാർത്ഥം ആധുനിക സംസ്കാരം ജീവസത്തകൾക്ക് വേണ്ടത്ര അനുയോജ്യമല്ലാത്തതുകൊണ്ട് അവ കൃഷ്ണാബോധം സ്വീകരിക്കേണ്ടതാണ്. കൃഷ്ണാബോധത്തിലൂടെ സമൂഹത്തിൽ സത്വഗുണം പുഷ്ടിപ്പെടും. സത്വഗുണം പുഷ്ടിപ്പെടുമ്പോൾ ജനങ്ങൾ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്യും. തമോ ഗുണത്തിൽ മനുഷ്യർ മൃഗപ്രായരാണ്. അവർക്ക് കാര്യങ്ങൾ സ്പഷ്ടമായി കാണാൻ കഴിയുകയില്ല. ഉദാഹരണമായി ജന്തുഹിംസ ചെയ്താൽ തങ്ങൾ വരും ജന്മത്തിൽ അതേ ജീവികളാൽ കൊല്ലപ്പെടുമെന്നുള്ള സത്യം തമോ ഗുണബാധിതർ മനസ്സിലാക്കുന്നില്ല. അറിയേണ്ടവയെ പറ്റിയുള്ള വിദ്യാഭ്യാസം ജനങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഉത്തരവാദിത്തമില്ലാതെ വരുന്നത്. ഈ ഉത്തരവാദിത്തമില്ലായ്മ നിർത്തുന്നതിനും ഏവരിലും സത്വഗുണം വളർത്താൻ ഉതകുന്ന വിദ്യാഭ്യാസം കൂടിയേ തീരും. അത് ലഭിച്ചാൽ ജനങ്ങൾക്ക് കാര്യങ്ങളുടെ യഥാർത്ഥം സ്പഷ്ടമാകും. അവര് സ്ഥിരചിത്തരായി തീരും. ലോകത്തിൽ സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിക്കും. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും സമൃദ്ധിയും സന്തുഷ്ടിയും വർദ്ധിച്ചില്ലെന്ന് വന്നാൽ പോലും സമൂഹത്തിൽ ചെറിയൊരു ശതമാനമെങ്കിലും കൃഷ്ണാബോധം വളർത്തി സത്വഗുണത്തിലായാൽ ലോകത്തിൽ ഒട്ടേറെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറിച്ച് രജസ്തമോ ഗുണത്തിലാണ് ജനങ്ങൾ മുഴുകിയതെങ്കിൽ ഇവിടെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകാൻ സാധ്യമല്ല. രാജസ സ്വഭാവികൾ ലോഭികളാണ്. അവരുടെ ഭൗതിക ഭോഗതൃഷ്ണയ്ക്ക് അതിരില്ല. വിഷയഭോഗങ്ങൾക്ക് വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും വേണ്ടത്ര ധനവും ഉണ്ടായിരുന്നാൽ തന്നെയും മനസ്സമാധാനവും സന്തോഷവും ഇല്ലെന്ന് കാണാം. രജോ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാണ് ഇതിന് കാരണം. ഒരാൾക്ക് സന്തുഷ്ടിയാണ് വേണ്ടതെങ്കിൽ ധനം അതിനൊട്ടും സഹായകരമല്ല. അയാൾ കൃഷ്ണാബോധ പരിശീലനം കൊണ്ട് സ്വാത്വിക ഗുണത്തിലേക്ക് സ്വയം ഉയരുക തന്നെ വേണം. ഒരാൾ രജോ ഗുണത്തിൽ മുഴുകുമ്പോൾ അയാളുടെ മനസ്സ് അസന്തുഷ്ടരായിരിക്കുമെന്ന് മാത്രമല്ല, പ്രവൃത്തിയും ക്ലേശബഹുലമായി തന്നെയിരിക്കും. തൻ്റെ പദവി നിലനിർത്താൻ ആവശ്യമായ ധനം നേടുന്നതിന് വേണ്ടി അയാൾക്ക് പല ഉപായങ്ങളും ആസൂത്രണം ചെയ്യേണ്ടി വരും. ഏതു വിധത്തിലും ക്ലേശമേ ഉള്ളൂ. തമോ ഗുണത്തിൽ ആളുകൾ ഭ്രാന്തന്മാരാകുന്നു. തങ്ങളുടെ പരിതസ്ഥിതികളിൽ വെറുപ്പ് വളർന്ന് അവർ ലഹരി പദാർത്ഥങ്ങൾക്ക് അഭയം പ്രാപിക്കുന്നു. അങ്ങനെ കൂടുതൽ അജ്ഞതയിലേക്ക് കൊണ്ടുപോകുന്നു. ഏറ്റവും ഇരുളടഞ്ഞതാണ് ഇവരുടെ ഭാഗം. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരന്മിലിതമേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.
വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതി ഭക്തി വേദാന്ത സ്വാമി നിത്യനാഥനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി വാഞ്ചാകൽപതരൂപിഷ്യ കൃപാസിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ. ശ്രീല പ്രഭുപാദ കീ ജയ. ഇവിടെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നുള്ള ഈ അധ്യായത്തിൽ നമ്മൾ 17-ാം ശ്ലോകമാണ് ഇപ്പോൾ വായിച്ചത്. ഇതിൽ വിവർത്തനം ഒന്നും കൂടെ വായിക്കാം. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസിൽ നിന്ന് പ്രമാദം മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. ഓരോ ഗുണത്തിലിരുന്ന് ഓരോ തരത്തിലുള്ള ഫലങ്ങളാണ് വരുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങലേക്ക് പോകാൻ ബസ് ഒരു സ്ഥലത്തുണ്ട്, നെടുമങ്ങാട് പോകാൻ വേറൊരു സ്ഥലത്ത് ബസ്സുണ്ട്, കാസർഗോഡോ അങ്ങനെയൊക്കെ പോകാനായിട്ട് ഓരോ സ്ഥലത്ത് ബസ്സുണ്ട്. ഓരോ സ്ഥലത്തിൽ പോയി ആ സെഷനിൽ ആ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഓരോ ലക്ഷ്യത്തിലായിരിക്കും നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ ഇഷ്ടമാണ് ഏത് സ്ഥലത്തിലെ ബസ്സിൽ ചൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അപ്പം അതേപോലെ ഈ ഭൗതിക ലോകത്തിൽ ഈ ത്രിഗുണങ്ങൾ എപ്പോഴും ഉണ്ട്. ത്രിഗുണങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യമില്ല, എപ്പോഴും ഉണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തേക്ക് പോകുന്ന KSRTC ബസ് ഉള്ളതുപോലെ ഈ ലോകത്തിൽ ത്രിഗുണങ്ങൾ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ഏത് ഗുണത്തെയാണ് ആശ്രയിക്കുന്നത് അതനുസരിച്ചുള്ള ലക്ഷ്യമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത്. അപ്പം ഭഗവാൻ ഇവിടെ ഒരു നമുക്കൊരു മാർഗനിർദ്ദേശം തരികയാണ്, ഒരു സ്റ്റേഷൻ മാസ്റ്ററിനെ പോലെ. നമ്മൾ പെട്ടെന്ന് ആ ബസ് സ്റ്റാൻഡിലേക്ക് കയറി ചെന്നാൽ നമുക്ക് എവിടെ നിന്ന് ആ ബസ് കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമുക്ക് ആ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്ര സമയത്ത് ബസ് വരുമെന്നും അത് എത്ര മണിക്ക് അവിടെ എത്തിച്ചേരുമെന്നും ആ സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് പറഞ്ഞു തരും. ഭഗവാനും ഇത് ഭഗവത്ഗീതയിൽ അതേപോലെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഏത് ഗുണത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്ത് ബലമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു തരികയാണ് ഭഗവാൻ. ആ ഒരു അനലോജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാവും. അവിടെ നമ്മുടെ അടുത്താണ് ആ കൺട്രോൾ ഇരിക്കുന്നത്. ഏത് ഗുണത്തിൽ ഏത് ബസ്സിൽ പോകണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളാണ് അതേപോലെ നമ്മുടെ കയ്യിലുള്ള പണവും ധനവും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോരോ ബസ്സിൽ കയറും, ഓരോരോ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അപ്പം അതേപോലെ ഭഗവാൻ ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ സാഹചര്യങ്ങൾ പറഞ്ഞു തരിക ചെയ്യുന്നത്. നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് ഏത് ഗുണത്തിലാണ് പോകേണ്ടത്. അപ്പം സത്വഗുണത്തിൽ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അവിടെ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. രജോ ഗുണത്തിലാണ് പോകുന്നതെങ്കിൽ ലോഭം എന്ന് പറഞ്ഞാൽ അതികഠിനമായ തൃഷ്ണ, ആഗ്രഹങ്ങൾ, ഭൗതികമായ ആഗ്രഹങ്ങൾ, അതാണ് രജോ ഗുണത്തിൽ. തമോ ഗുണത്തിൽ പോയി കഴിഞ്ഞാൽ മോഹം മൗഢ്യം പ്രമാദം. മോഹം മൗഢ്യം പ്രമാദം എന്ന് പറഞ്ഞാൽ ശരിയെ തെറ്റെന്ന് കരുതാനും തെറ്റിനെ ശരിയെന്ന് കരുതാനും ഒക്കെ ഇങ്ങനെ ഈ രീതിയിൽ ആലസ്യം, നിദ്ര ഇതേപോലത്തുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് മുഴുകി ഉള്ള ഒരു ജീവിതമാണ് തമോ ഗുണത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകും. ഈ ഓരോ ഗുണങ്ങളും ഓരോ ബസ് പോലെയാണ്. നമ്മൾ ഏതിനെ ആശ്രയിക്കുന്നു അതനുസരിച്ചുള്ള ലക്ഷ്യത്തിലേക്കായിരിക്കും നമ്മൾ ചെല്ലും. സത്വഗുണത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു തമോ ഗുണത്തിലും രജോ ഗുണത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദന്റെ ഫസ്റ്റില്
സത്വഗുണത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് തമോ ഗുണത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. പിന്നെയാണ് പ്രഭുപാദ് രജോ ഗുണത്തിന്റെ ഇമ്പോർട്ടൻസ് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ തമോ ഗുണത്തിൽ പോകരുത് എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഫസ്റ്റ് സത്വഗുണത്തിന്റെ പറഞ്ഞിട്ട് ഈ ഇമ്പോർട്ടൻസ് പ്രഭുപാദ് തമോ ഗുണത്തിന്റെ പ്രാധാന്യം പറയുക. അപ്പൊ അതില് പ്രഭുപാദ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അതിനകത്ത് കൺക്ലൂഡ് പറയുന്നത് ജന്തുഹിംസയാണ്. ജന്തുഹിംസ ചെയ്യുന്നവര് മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് പോകും എന്ന് ഫസ്റ്റിലെ തന്നെ ശ്രീല പ്രഭുപാദ് ഈ ഒരു ഭാവാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഇനിഷ്യലി തന്നെ ഭാവാർത്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ ശ്രീല പ്രഭുപാദ് നമ്മളെ ആ ഒരു കാര്യം വാൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രഭുപാദ് പറയുന്നത് രജോ ഗുണത്തിന്റെ കാര്യം. രജോ ഗുണത്തില് അളവറ്റ ആഗ്രഹങ്ങളാണുള്ളത്. അപ്പൊ ആഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പം നമുക്ക് ഇപ്പൊ നമുക്ക് ഈ റീസെന്റ് രാഷ്ട്രീയ ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരവരുടെ പൊസിഷന് വേണ്ടി പല തരത്തിൽ അവർ ഉപായങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പൊസിഷൻ നിലനിർത്താൻ വേണ്ടി അവർ പല രീതിയിൽ കഷ്ടപ്പെടുകയാണ്. അവരുടെ പൊസിഷനും ആ സ്ഥാനമാനങ്ങളും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ഒരുപാട് എന്തൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുമ്പോൾ നിസ്സാരമായ, പക്ഷെ അവര് ആ പൊസിഷൻ ഇത്രയും പേരുടെ മുമ്പിൽ അവർ ആ പൊസിഷൻ ഉണ്ട്, അതിനെ കളയാതിരിക്കാൻ വേണ്ടി അവർ എന്തെല്ലാം എഫോർട്ട്, എന്തെല്ലാം ഉത്കണ്ഠാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രജോ ഗുണത്തിലുള്ള വ്യക്തികൾ. അപ്പൊ പക്ഷെ നമുക്കത് നിലനിർത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് എത്ര പൊസിഷൻ കിട്ടിയാലും ഒരു കാലം കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് തുടങ്ങുമ്പം നമുക്ക് ആ പൊസിഷൻ നിലനിർത്താൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് മാനിപ്പുലേഷൻ നടത്തി ഒരു പൊസിഷനിൽ എത്തി എന്ന് വിചാരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിൽ ഞാൻ എത്തി എന്ന് വിചാരിക്കും. ഞാൻ ആ പൊസിഷനിൽ കുറേ നാൾ നിന്നാലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ആരോഗ്യം, എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്താശക്തിയും എല്ലാം കുറഞ്ഞു കഴിയുമ്പം ഞാൻ എത്ര ബുദ്ധിമുട്ടിയാണ് ആ പൊസിഷൻ നിർത്തിയാലും മറ്റുള്ളവരെന്നെ എൻ്റെ പവർ കുറഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ അവരെന്നെ മാറ്റി അടുത്തവർ കൊണ്ടുവരും. അപ്പം നമ്മൾ എന്ത് എഫേർട്ട് എടുത്ത് രജോ ഗുണത്തിൽ ഉന്നതയിൽ വന്നാലും അത് ശാശ്വതമല്ല. അത് ഒത്തിരി എഫേർട്ട് എടുക്കണം. ഒരു ടെമ്പററി നമ്മളൊരു പൊസിഷനിലെത്താൻ, ഒരു രാഷ്ട്രീയ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനമൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്താലേ ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റൂ. പക്ഷെ ആ പൊസിഷനിൽ നമുക്ക് അധികാലം നിൽക്കാനും പറ്റില്ല. കുറച്ച് നാൾ കഴിയുമ്പം നമ്മൾ അത്രയും പവർഫുൾ ആണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ നിർത്താൻ പറ്റും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം ഒരു കഴിയുമ്പോൾ ക്ഷയിച്ചു തുടങ്ങും. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ ഇതിലും. ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ ഇവിടെ പറയുമ്പോൾ കുറേ ആൾക്കാർ കേൾക്കാൻ ഉണ്ട്. ഞാനല്ല ആര് പറഞ്ഞാലും. പക്ഷെ എനിക്കൊരു 90 വയസ്സ് 99 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ എന്താണ് പറയാനൊന്നും ഓർമ്മയൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത് കേൾക്കും. എനിക്ക് ആ ഇതുണ്ടെങ്കിൽ പോലും എനിക്കത് ശരിയായിട്ട് ഉച്ചരിക്കാനോ സംസാരിക്കാനോ പറ്റില്ലെങ്കിൽ ഒന്നും ആരും കേൾക്കാനായിട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ പദവി, റെക്കഗ്നീഷൻ, പ്രസ്റ്റീജ്, ഇതെല്ലാം രജോ ഗുണത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ടെമ്പററിയാണ്. അപ്പം അതിനുവേണ്ടി എന്ത് എഫേർട്ട് എടുത്താലും അതൊരു നാള് താഴേക്ക് പോകും. അപ്പം അതിനത്ര അതിനുവേണ്ടി നമ്മൾ സമയം കളയുന്നതിൽ അർത്ഥമില്ല. തമോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ ജന്തുഹിംസയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് നമ്മൾ ഇരുളടഞ്ഞ ഭാവിയിലേക്കാണ് പോകുന്നതെന്ന് ശ്രീല പ്രഭുപാദ് പറഞ്ഞു. ഇത് രണ്ടും പറഞ്ഞിട്ട് നമ്മൾ സത്വഗുണത്തിലേക്ക് വരുമ്പം സത്വഗുണത്തില് ജ്ഞാനമാണ് കിട്ടുന്നത്. ജ്ഞാനം കിട്ടുമ്പം ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, ഈശ്വരൻ ആരാണ്, ഞാനും ഈശ്വരൻ തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ കാര്യങ്ങൾ കൂടുതൽ വെളിവായിട്ട് വരും. അപ്പം സമൂഹത്തിൽ പൊതുവെ അങ്ങനെ ജ്ഞാനമുള്ള വ്യക്തികൾ വരുമ്പം സമൂഹത്തിൽ പൊതുവായിട്ടുള്ള സന്തുഷ്ടിയും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ശ്രീല പ്രഭുപാദ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് 3 വഴിയിലൂടെ പോകാമെന്ന് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഭാവാർത്ഥത്തിലൂടെ. കൃഷ്ണൻ പറയുകയാണ്, ശ്രീല പ്രഭുപാദ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. അപ്പം ഈ
ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഓരോന്നും ചൂസ് ചെയ്യുന്നത്? നമ്മൾ വെറുതെ ജീവിക്കുകയാണ്. നമ്മൾ ഈ KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു ബസ് ടിക്കറ്റ് എടുക്കുന്ന പോലൊന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓരോരോ മോഡിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ എവിടെ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പവറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ പോകും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കാര്യങ്ങൾ ചെയ്ത് ഓഫീസിൽ പോയി, ഷോപ്പിൽ പോയി, ഇതെല്ലാം പോയി, രാത്രി വന്ന് ഉറങ്ങി. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ ഓരോ സത്വഗുണം, രജോഗുണം, തമോ ഗുണത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വ്യക്തി ഏത് അസോസിയേഷനാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള ഗുണമാണ് ആ വ്യക്തിക്ക് വന്നു ചേരുന്നത്. ഇവിടെയാണ് അസോസിയേഷന്റെ പ്രധാനം. നമ്മൾ ഏത് ഗുണത്തിലുള്ള വ്യക്തികളും ഏത് ഗുണത്തിലുള്ള സാഹചര്യവുമായിട്ടാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഗുണമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത്. ഓട്ടോമാറ്റിക്കലി അത് വന്നു ചേരുന്നത്. നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ KSRTC ബസ്സിൻ്റെ എക്സാമ്പിൾ തന്നെ കയറി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ശബരിമലയിലേക്ക് പോകും. അപ്പം നമ്മൾ അവരോട് കൂടി ചിരിച്ച് സംസാരിച്ചൊക്കെ അപ്പം അവർ വരും, നമ്മൾ ഈ ബസ്സിൽ പമ്പ ബസ്സിലാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവർ നമ്മുടെ കൂടെ വന്ന് നമ്മൾ അവരുടെ പറയുന്ന കേട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ ബസ്സിൽ കയറി ശബരിമലയിലേക്ക് പോകും. വേറെ കാസർഗോഡ് എങ്ങാനും പോകുന്നവരാണെങ്കിൽ അവരുമായിട്ടാണ് നമ്മൾ കൂടുന്നതെങ്കിൽ അവരുടെ കൂടെ നമ്മൾ സന്തോഷത്തോടെ പോയി ആ ടിക്കറ്റ് എടുത്ത് അവരുടെ ബസ്സിൽ കയറി നമ്മൾ പോകും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്, ഒരു ദിവസം വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ഗുണത്തിലൂടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. ആ അസോസിയേഷനാണ് നമ്മൾ എടുക്കുന്ന ടിക്കറ്റ്, ഓരോ ബസ്സിൽ പോകാനുള്ള ടിക്കറ്റ്. അപ്പം ഈ ത്രിഗുണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പം ഇതിനു ഉപരിയാണ് പരിശുദ്ധ ഭക്തി എന്നുള്ള തലം. അപ്പൊ പരിശുദ്ധ ഭക്തന്മാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് ഉയരാൻ പറ്റും. ഈ 3 ഗുണങ്ങളെ അതിക്രമിക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന. വേദങ്ങളിലൊക്കെ 3 ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നീ അതിനും ഉപരിയിലേക്ക് വരൂ എന്നാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത്. അപ്പം നമുക്ക് സത്വഗുണത്തിലുള്ളവരോട് അസോസിയേറ്റ് ചെയ്യാം, രജോ ഗുണത്തിലുള്ളവരോട് അസോസിയേറ്റ് ചെയ്യാം, തമോ ഗുണത്തിലുള്ളവരോട് അസോസിയേറ്റ് ചെയ്യാം, പരിശുദ്ധ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. പരിശുദ്ധ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ ഭക്തിയുടെ തലത്തിലേക്ക് ഉയരാനായിട്ട് സാധിക്കും. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിന് ഈ ടെമ്പിളിൻ്റെ അടുത്താണ് താമസിക്കുന്നത്, നമ്മൾ ടെമ്പിളിൽ പോകുന്നുണ്ട്, ഇടയ്ക്ക് ഇതേപോലുള്ള സത്സംഗങ്ങളിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും നേരിടാറുണ്ട്. അപ്പം എവിടെയാണ് നമുക്ക് ലാക്കാവുന്നത്? ഇപ്പം നമ്മൾ പൊതുസമൂഹത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പം അവർ ഇങ്ങനെ ക്ഷേത്രത്തിൽ വരികയോ ഭക്തന്മാരുമായിട്ട് ഇടപഴകുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ സ്വാഭാവികമായിട്ട് രജോ ഗുണത്തിൽ തമോ ഗുണത്തിലായിട്ട് പക്ഷെ നമ്മൾ ഇതിനകത്ത് ഈശ്വരനുമായിട്ടും ഭഗവാന്റെ വിഗ്രഹവുമായിട്ടും ഭഗവത്ഗീതയും ഭാഗവതവുമായിട്ട് ഇടപഴകുന്ന നമുക്കും ഈ സത്വരജോ തമോ ഗുണങ്ങളുടെ സ്വാധീനത നമുക്കും ഉണ്ട്. നമ്മൾ ഇതിൻ്റെ വെളിയിലല്ല, ഇതിനകത്ത് തന്നെയാണ്. അപ്പം എവിടെയാണ് നമുക്ക് ലാക്കാവുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലാക്കാവുന്നത് നമ്മുടെ ഫ്രീ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. ഒരു വ്യക്തിയുടെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അയാളുടെ ഫ്രീ ടൈം, അയാൾക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ KBRൽ ക്ലാസ് ഉണ്ട് 7 മണിക്ക്, എല്ലാ വെനസ്ഡേയും 7 മണിക്ക് ക്ലാസ് ഉണ്ട്. നമ്മൾ വന്നിരുന്നു, കേൾക്കുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, നമുക്കൊരു നല്ലൊരു ഫീലിങ്ങും ഇതൊക്കെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്രീ ടൈമിലേക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ആണ് നമ്മുടെ റിയലി അസോസിയേഷൻ തീരുമാനിക്കുന്നത്. നമ്മളിത് കഴിഞ്ഞിട്ടും ഇപ്പോൾ പൊളിറ്റിക്സിൻ്റെ പുറകെ പോവുകയോ അല്ലെങ്കിൽ മറ്റ് ഇതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ആ സ്വാധീനം തീർച്ചയായിട്ടും നമ്മുടെ കോൺഷ്യസിൽ കാണും. പലപ്പോൾ ഡിവോട്ടീസ് ചോദിക്കാൻ, ഞാൻ ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, എനിക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നാമത്തിൽ രുചി കിട്ടുന്നില്ല, ഇങ്ങനെ പറയും.
അപ്പം അത് നമുക്ക് നമ്മളെ തന്നെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതിൽ നിന്ന് മാറുമ്പം ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു ഫോർമാലിറ്റി പോലെയോ റിച്വൽ പോലെയോ ഒരു ചടങ്ങ് പോലെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുമ്പം നമ്മുടെ മനസ്സെങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭക്തിയിൽ രുചി വരാത്തത് എന്നുള്ളത്. അപ്പം അത് കിട്ടാനാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് ഡിവോഷണൽ സർവീസ് തന്നിരിക്കുന്നത്. അത് നമ്മൾ ഏതെങ്കിലും ഒരു സേവനം ഏറ്റെടുത്ത് റെഗുലറായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു ഭക്തിയിലൊരു രുചി ഉണ്ടാവും. ഒന്നുകിൽ നാമജപമാണ് ഫസ്റ്റ് സർവീസ്. നാമജപം ചെയ്ത് അതിനൊരു രുചി ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കരുത്. പ്രഭുപാദ് ഇന്നൊരു ലെറ്ററിൽ ഞാൻ പ്രഭുപാദ് ഒരു സുചന്ദ്രദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിക്ക് എഴുതിയ ലെറ്ററിൽ പ്രഭുപാദ് പറയുന്നു, നമ്മൾ എപ്പോഴും അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു പോയിന്റിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കാനായിട്ട് പാടില്ല. ഓഫ്കോഴ്സ് നമ്മൾ പുതിയൊരാൾക്ക് ഫസ്റ്റ് സർവീസ്, ഭഗവാനോടുള്ള സർവീസ് എന്ന് വെച്ചാൽ ഭഗവാന്റെ തിരുനാമ ജപമാണ്. നാമം ജപിക്കുക. നമ്മൾ ആദ്യം വരുന്ന ആൾക്കാരോടെല്ലാം നമ്മൾ പറയുന്നത് നാമം ജപിക്കുക, 16 മാല ജപിക്കുക എന്നുള്ളത്. ക്രമേണ ആ പൊസിഷനിലെത്തിയിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കണം. ആ ലെവലിൽ തന്നെ ഇരിക്കാൻ. നമുക്ക് എന്തെങ്കിലും ടെമ്പിളിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സർവീസ് നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പറ്റും. നമുക്കത് അതിനുവേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. ഇത് നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന് വേണ്ടി നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് എടുത്ത് ചെയ്യുക. ചെറിയ സർവീസ് മതി. തുടക്കത്തിലേ വലിയ ചെയ്തിട്ട് നാളെ മടിയായിട്ട് മാറിയിരിക്കുന്നതിൽ അർത്ഥമില്ല. ചെറിയ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് സർവീസ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ പോയി ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് സർവീസ്. അത് 1, 2 ആഴ്ച, 3, 4, 5, 6, 7, 8 ആഴ്ച ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിലൊരു പതുക്കെ ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് അത് 10 മിനിറ്റ് ആക്കാനായിട്ട് പറ്റും. അങ്ങനെ അപ്പോൾ ഈ ടേസ്റ്റാണ്, ഡിവോഷണൽ സർവീസിലുള്ള ടേസ്റ്റാണ് നമുക്ക് ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള. അല്ലെങ്കിൽ നമ്മൾ നോക്കണം, നമ്മൾ ജപിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ഇടപഴകുന്നത്. നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ പറ്റൂല. കാരണം നമ്മുടെ വീട്ടിലെ ഭാര്യയും മക്കളും ഭർത്താവും കുട്ടികളും അല്ലെങ്കിൽ വെളിയിലുള്ള നെയ്ബേഴ്സും എല്ലാം പല പല ഗുണത്തിലുള്ളവരാണ്. അവർ അത് ഗുണത്തെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പം നമ്മൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ അസോസിയേഷനിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പം ശബരിമലയിൽ പോയവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ പമ്പയിലേക്ക് പോയതുപോലെ നമുക്കും ആ ഒരു അസോസിയേഷൻ വന്നു ചേരും. അപ്പം അതാണ് നമ്മുടെ ലെവലിലുള്ള. എന്നാൽ നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പക്ഷെ നമുക്കും ഈ സത്വ രജസ് തമോ ഗുണങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ ആ ഫ്രീ ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള അസോസിയേഷനിൽ നിൽക്കുമ്പോഴാണ്. അപ്പം അതിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് വേണ്ടത് ഡിവോഷൻ സർവീസിലുള്ള ടേസ്റ്റാണ്, നാമത്തിലുള്ള ടേസ്റ്റാണ്. ഇത് ഞാൻ എൻ്റെ ഒരു റിയലൈസേഷനായിട്ട് പറയുന്നതല്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി ചൈതന്യ ചരിതാമൃതം വായിച്ചപ്പം അതിൽ നിന്ന് കിട്ടിയൊരു കാര്യമാണ്. ചൈതന്യ ചരിതാമൃതത്തിൽ 2 മെയിൻ ഡിവോട്ടീസ് ഉണ്ട്. ഒന്ന് ഹരിദാസ് ഠാക്കൂറും 2 അദ്വൈതാചാര്യരും. അവർ രണ്ടും എക്സാൾട്ടഡ് ആണ്. അദ്വൈതാചാര്യ മഹാവിഷ്ണു ഇൻകാർണേഷനാണ്, ഹരിദാസ് ഠാക്കൂർ ബ്രഹ്മാവിൻ്റെ ഇൻകാർണേഷനാണ്. പക്ഷെ അവരുടെ ആ എക്സാൾട്ടഡ് പൊസിഷൻ മാറ്റി വെച്ചിട്ട് നമ്മൾ അവരുടെ ലൈഫിനെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെ ഈ ഗുണങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന്, അവർ ഓൾറെഡി ഗുണത്തിൻ്റെ ഉപരിയാണ്, പക്ഷെ അവർ നമുക്ക് കാണിച്ചു തരാണ് എങ്ങനെ അവർക്ക് മറികടക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം അവർ കാണിച്ചു തരാണ്. ഹരിദാസ് ഠാക്കൂർ ഒരു സ്ഥലത്ത് വെച്ച് മജുംദാർ എന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ വെച്ച് ഇരുന്ന സമയത്ത് ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു,
നാമത്തിന്റെ ഒരു കണികയെങ്കിലും, നാമത്തിനോടൊരു ചെറിയൊരു രുചി വന്നാൽ പോലും അത് മുക്തിയെക്കാട്ടിൽ ഉപരിയാണ് എന്ന് പറഞ്ഞു. അപ്പം അവിടെ നിൽക്കുന്ന ഒരു ബ്രാഹ്മണൻ അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഹരിദാസ് ഠാക്കൂറിനെ തിരിച്ചു പറഞ്ഞു, നാമജപമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ മുക്തിയെക്കാട്ടിൽ ഉപരി എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിയല്ലെങ്കിൽ നിങ്ങളുടെ മൂക്ക് ചെത്തിപ്പോട്ടെ എന്ന് ഹരിദാസ് ഠാക്കൂറിനോട് ഇയാൾ പറഞ്ഞു. അപ്പം ഹരിദാസ് ഠാക്കൂർ ഒന്നും അത് വേറൊരു പാസ്റ്റ് ടൈം, അതങ്ങനെ പോവും, ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. ഹരിദാസ് ഠാക്കൂർ വെറുതെ ഒന്നും തിരിച്ചു വഴക്കൊന്നും പറയാതെ അദ്ദേഹം അവിടുന്ന് ഇറങ്ങി നടന്നു. ഹരിദാസ് ഠാക്കൂർ നേരെ വന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞയാളുടെ മൂക്കാണ് പോയത്, ഹരിദാസ് ഠാക്കൂറിന്റെ മൂക്കല്ല. അദ്ദേഹം നേരെ വന്നിട്ട് ശാന്തിപൂരിലെത്തി. ശാന്തിപൂരിലാണ് അദ്വൈതാചാര്യന്റെ വീട്. അപ്പം ഇവർ രണ്ടുപേരും, ഇത് ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്, ചൈതന്യ മഹാപ്രഭുവിന്റെ മുമ്പുള്ള കാര്യം. അപ്പം ശാന്തിപൂരില് അദ്വൈതാചാര്യൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, സാളഗ്രാമം, വിഷ്ണുവിന്റെ ഇതില് സാളഗ്രാമത്തില് വെള്ളം ഒഴിച്ച് തുളസി ഒഴിച്ച് ഈ ലോകത്തിലെല്ലാവരും പതിതരായിട്ടുള്ള ആൾക്കാരാണ്, അവരെ മോചിപ്പിക്കാൻ അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്വൈതാചാര്യർ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് അദ്വൈതാചാര്യർ ചെന്നപ്പം ഹരിദാസ് ഠാക്കൂറിന് ഡെയിലി ഭക്ഷണം അദ്വൈതാചാര്യനാണ് കൊടുക്കുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്നില്ല, ഗംഗയുടെ തീരത്ത് നല്ലൊരു കുടിലുണ്ടാക്കി കൊടുത്തു അദ്വൈതാചാര്യന്. ഈ നമ്മുടെ ഹരിദാസ് ഠാക്കൂറിന് ഒരു കുടിലുണ്ടാക്കി കൊടുത്തു. ഈ ഹരിദാസ് ഠാക്കൂറിന്റെ ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എന്ന് പറഞ്ഞാല് ഡെയിലി 3 ലക്ഷം നാമങ്ങൾ ജപിക്കുക എന്നുള്ളത്. 3 ലക്ഷം നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 128 റൗണ്ട്സ് സംതിങ് വരും. 192 റൗണ്ട്സ് വരും. അപ്പം ചിലപ്പോൾ ഒരു ദിവസം പൂർണ്ണമായിട്ട് ജപിച്ചാൽ അത് തീരത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ 16 റൗണ്ട് 1.5 മണിക്കൂർ 1.25 മണിക്കൂറിൽ ചെയ്യും. 192 റൗണ്ടാണ് ഒരു ദിവസം അദ്ദേഹം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ജലപാനവും ഭക്ഷണവും കഴിക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആയിരിക്കും, കുറച്ച് കഴിഞ്ഞ് പിന്നെ അടുത്ത കഴിച്ചതിന് ശേഷം വീണ്ടും 192 റൗണ്ടാണ് അദ്ദേഹം ജപിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഗംഗയുടെ തീരത്ത് അവിടെ ഇരുന്ന് ഇത് ചെയ്യാം. അവിടെ നമ്മുടെ അദ്വൈതാചാര്യനാണ്, അദ്ദേഹം ഗൃഹസ്ഥനാണ്. അദ്ദേഹം വീട്ടിലിരുന്നിട്ട് സാളഗ്രാമിന് ഗംഗയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് തുളസി ഒഴിച്ച് ഡെയിലി പ്രാർത്ഥിക്കുകയാണ്, ഈ പതിതരായിട്ടുള്ള ജനങ്ങളെ മോചിപ്പിക്കാനായിട്ട് അങ്ങ് ഭഗവാൻ അവതരിക്കണമേ. ശീല പ്രഭുപാദന്റെ ഇതിൽ പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ അദ്വൈതാചാര്യരുടെയും ഹരിദാസ് ഠാക്കൂറിന്റെയും ഇന്റൻസ് ആയിട്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്, ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 2 ഡിവോട്ടീസിനും ഈ പ്രാർത്ഥനകൾ പ്രേയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ തടസ്സങ്ങളെ അവർ അതിജീവിച്ചത് കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവരുടെ മിഡ്സിൽ വന്നു ചേരുന്നത്. ഫസ്റ്റ് ഹരിദാസ് ഠാക്കൂർ അദ്വൈതാചാര്യരോട് പറയുന്നുണ്ട്, ഹരിദാസ് ഠാക്കൂർ ഒരു മുഹമ്മദൻ കുടുംബത്തിൽ ജനിച്ചതാണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണ്. അപ്പം അന്നത്തെ ഈ ജാതി വ്യവസ്ഥ അത്രയും സ്ട്രോങ് ആണ്. ഈ മീറ്റ് ഈറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ അസോസിയേറ്റ് ചെയ്ത അവരെ മീറ്റ് ഈറ്ററായിട്ട് കരുതും. ഇപ്പൊ ഞാൻ ഇന്നതൊന്നും അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല, പക്ഷെ അന്ന് പശുവിന്റെ മാംസം കഴിക്കുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക, അവരുമായിട്ട് കൂടുതൽ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെയും ആ ഒരു ഗ്രൂപ്പിലായിട്ട് ആൾക്കാർ കരുതും. അപ്പോൾ അവിടെ അദ്വൈതാചാര്യര് ഹരിദാസ് ഠാക്കൂറിന്റെ കുടിൽ കൊടുത്തിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, എല്ലാ ദിവസവും ഭക്ഷണമായിട്ട് ഹരിദാസ് ഠാക്കൂറിന് കൊണ്ടുപോയി കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അപ്പം ഓൾറെഡി അദ്വൈതാചാര്യര് അവിടുത്തെ വലിയൊരു ബ്രാഹ്മണൻ സമൂഹത്തിലെ ഒരു ഉന്നതനായ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ക്ലോസ് അസോസിയേറ്റ്സ് എല്ലാം ഉന്നതരായിട്ടുള്ള വൈദിക സംസ്കാരത്തിൽ പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ആ വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ് അദ്വൈതാചാര്യർ. ആ അദ്വൈതാചാര്യരാണ് ഭക്ഷണം കൊണ്ടുപോയി ഡെയിലി ഹരിദാസ് ഠാക്കൂറിന് കൊടുക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് വരും. അദ്ദേഹം ഒരു ഔട്ട്കാസ്റ്റായിട്ട് ചിന്തിച്ചോളും. അപ്പം ഇത് ഈ ഒരു സംശയം ഹരിദാസ് ഠാക്കൂർ അദ്വൈതാചാര്യരോട് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിങ്ങനെ അസോസിയേറ്റ് ചെയ്താൽ അങ്ങക്ക് ബാക്കിയുള്ള അങ്ങയുടെ സുഹൃത്തുക്കളും എല്ലാം നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ അദ്വൈതാചാര്യർ പറയുന്നുണ്ട്, ഞാൻ ശാസ്ത്രങ്ങൾ പറയുന്നതേ ചെയ്യുന്നുള്ളൂ, ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നതേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു വൈഷ്ണവൻ, ഒരു ഭഗവാനെ ആരാധിക്കുന്ന ഭക്തൻ, പരിശുദ്ധ ഭക്തൻ എത്ര ബ്രാഹ്മണന്മാരിലും ഉന്നതനാണ്. ഞാൻ ആ വൈഷ്ണവനെ സേവിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്വൈതാചാര്യർ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ശാസ്ത്രം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ, ഞാൻ വേണ്ടാത്ത ഒരു കാര്യവും ചെയ്യുന്നില്ല, ഞാൻ ശാസ്ത്രം അനുസരിച്ചേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അങ്ങ് ഇതിനെക്കുറിച്ചൊന്ന് എൻ്റെ അസോസിയേറ്റ്സ് കുറയുമെന്നോ അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്യുമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ഈ ഭക്ഷണം സ്വീകരിക്കുമെന്ന് അദ്വൈതാചാര്യർ ഹരിദാസ് ഠാക്കൂറിനോട് പറയുന്നുണ്ട്. അപ്പം ഒരു പരിശുദ്ധ ഭക്തനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോടിക്കണക്കിന് ബ്രാഹ്മണരെ സേവിക്കുന്നതിലും ഉപരിയാണ് എന്നുള്ളത് നമ്മൾ. ഒരു ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ വൈദിക ശാസ്ത്രം മനസ്സിലാക്കി, പൊതുവെ ബ്രാഹ്മണൻ എന്ന് പറയുമ്പം ഇംപേഴ്സണൽ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ബ്രഹ്മത്തിന് ഉപരിയായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കുന്നതാണ് ഒരു വൈഷ്ണവൻ. ആ വൈഷ്ണവൻ എത്ര ബ്രാഹ്മണനിലും ഉന്നതനാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ഭക്ഷണം തരികയാണ്. അപ്പൊ ഇവിടെ നമുക്കത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്വൈതാചാര്യർക്ക് ചുറ്റും രജോ ഗുണത്തിനും ഒക്കെ സ്വാധീനമുള്ള വ്യക്തികളുണ്ട്. പക്ഷെ അവരുടെ സ്വാധീനതയിൽ അദ്വൈതാചാര്യര് പെട്ടുപോകുന്നില്ല. അദ്വൈതാചാര്യര് കാരണം അദ്ദേഹം ചെയ്യുന്ന ഡിവോഷണൽ സർവീസിന് അദ്ദേഹത്തിന് ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം ഭഗവാനെ ആരാധിക്കുന്നു, ഭക്തന്മാരെ ആരാധിക്കുന്നു, അതിൽ അദ്ദേഹത്തിന് അനുവർജനീയമായിട്ടുള്ള രുചി അനുഭവപ്പെടുന്നത് കൊണ്ട് ഈ രജോ ഗുണത്തിലും രജോ ഗുണത്തിലും സ്വാധീനതയുള്ള അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് എന്ത് സ്വാധീനം ചെലുത്തിയാലും അദ്ദേഹത്തിന് അത് എഫക്റ്റ് ആവുന്നില്ല. അപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് അദ്വൈതാചാര്യരുടെ കാര്യം. ഹരിദാസ് ഠാക്കൂറിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഗംഗാതീരത്തിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് 2 സ്ത്രീകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഒരു സ്ത്രീ വരുന്നത് ഇതിന് മുമ്പുള്ള കാര്യമാണ്. ഇത് സെക്കൻഡ് ടൈമിൽ മറ്റൊരു സ്ത്രീയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്ത്രീയോട് എങ്ങനെ പെരുമാറിയോ അതേപോലെ തന്നെയാണ് സെക്കൻഡ് ടൈമിലും ഈ സ്ത്രീയോട് ഹരിദാസ് ഠാക്കൂർ പെരുമാറുന്നത്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം, ഭക്തിയുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസം രാത്രി ഹരിദാസ് ഠാക്കൂർ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈതന്യ ചരിതാമൃതത്തിൽ അത് വർണ്ണിക്കുന്നു. നല്ല ഗംഗയുടെ തീരത്ത് നല്ലൊരു കുടിലില് ഹരിദാസ് ഠാക്കൂർ ഇരിക്കുകയാണ്. അവിടെ നല്ലൊരു ക്ലീൻ പ്ലാറ്റ്ഫോമില് തുളസി മാറാണി വെച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ ക്ലീൻ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. നല്ല നിലാവുള്ള സമയമാണ്, അപ്പൊ എല്ലാം വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഹരിദാസ് ഠാക്കൂർ നല്ല രീതിയിൽ ജപിച്ചുകൊണ്ട് അപ്പൊ ഏറ്റവും മനോഹരിയായിട്ടുള്ളൊരു സ്ത്രീ ആ ഭാഗത്ത് കുടിലേക്ക് കയറി വരികയാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ച ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അത് ഇതിന് മുമ്പുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ള കാര്യം വരുന്നത്. ഇത് ഒരു സ്ത്രീ വരികയും ആ സ്ത്രീ അവിടെ ഫസ്റ്റ് വന്നിട്ട് തുളസിയെ വലം വയ്ക്കും. തുളസിയെ വലം വെച്ചതിന് ശേഷം ഇവിടെ വന്നിരിക്കും. ഇരുന്നിട്ട് വളരെ മധുരമായിട്ട് ഹരിദാസ് ഠാക്കൂറിനോട് പറയും, നിങ്ങൾ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ്, നിങ്ങൾ എത്രയോ ഉന്നതനായ വ്യക്തിയാണ്, നിങ്ങളെപ്പോലെ ഉന്നതനായിട്ടുള്ള വ്യക്തി വേറെ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അങ്ങയുമായിട്ട് സംഘം ചേരാനായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അങ്ങ്, അതുകൊണ്ട് ഞാൻ അങ്ങയായിട്ട് സംഘം ചേരാനായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറയും. അപ്പം ഹരിദാസ് ഠാക്കൂർ പറയും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാനൊരു നിശ്ചയം എടുത്തിട്ടുണ്ട്, 3 ലക്ഷം നാമം ജപിക്കുക എന്നുള്ളത്. അപ്പം എനിക്കത് തീർത്തേ പറ്റും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം ഉണ്ടാകും, പക്ഷെ എനിക്ക് ഈ ഒരു നിശ്ചയം തീർത്തിട്ടേ എനിക്കത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ഇരിക്കൂ,
ഞാൻ ഈ നാമം ജപിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ടൈം കാണും, അപ്പം നമുക്ക് അങ്ങയുടെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കാം എന്ന് പറയും. അപ്പം അദ്ദേഹം ഇരുന്ന് ജപിക്കും. അപ്പം ഇത് കേട്ടോണ്ട് ആ സ്ത്രീയും ജപിച്ചുകൊണ്ടിരിക്കും അവിടെ അടുത്ത് തന്നെ ഇരിക്കും. അപ്പം രാവിലെ ആകുമ്പോഴത്തേന് അദ്ദേഹം നാമജപം തീരുന്നില്ല. അപ്പം ആ സ്ത്രീ എഴുന്നേറ്റങ്ങ് പോകും. ഇങ്ങനെ 3 ദിവസങ്ങളിലും വരും. മറ്റേ കഥ അതേപോലെ തന്നെയാണ് ഈ കഥയും ഉള്ളത്. 3 ദിവസങ്ങളിൽ വരും. 3 ദിവസം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ഇദ്ദേഹം എപ്പോൾ നോക്കിയാലും ജപിക്കാൻ ഫ്രീ ടൈം കാണുന്നേ ഇല്ല. ഒരു പോയിട്ട് വരുമ്പോൾ ഫ്രീ ടൈം വരും, ഫുൾ ടൈം ജപിച്ചോണ്ടിരിക്കും. അപ്പം അവര് വന്ന് ആ സ്ത്രീ വന്ന് പറയും, നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തു, നിങ്ങൾ പറഞ്ഞാണ് നിങ്ങൾക്ക് ഫ്രീ ടൈം ഉണ്ടാകുന്നത്, പക്ഷെ ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം ഒന്നും കാണുന്നില്ല, എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് ആ സ്ത്രീ പറയും, ഞാൻ യഥാർത്ഥത്തിൽ മായാദേവിയാണ്, ഈ മെറ്റീരിയൽ എനർജിയാണ്. മെറ്റീരിയൽ എനർജി അങ്ങേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പൊ അതിന്റെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ശ്ലോകം മായ യേശു തരന്തിത്തെ എന്ന് പറഞ്ഞു. ദേവി യേശു ഗുണമയി മമ മായ ദുരന്തയ മാമേവ യേ പ്രപദ്യന്തി മായാമേതം തരന്തിതെ. ദേവി യേശു ഗുണമയി മമ മായ ദേവി, അതായത് എൻ്റെ ഡിവൈൻ എനർജി, ഭഗവാന്റെ ഡിവൈൻ എനർജി ഈ ത്രിഗുണങ്ങൾ ഉണ്ട്, ത്രിഗുണങ്ങളുടെ ശക്തി ആ ഡിവൈൻ എനർജി ഉണ്ട്. മാമേവ യേ പ്രപദ്യന്തി മായാമേതം തരന്തിതെ. എന്നെ ആശ്രയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ മായാദേവിയെ അതിജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്ഥലത്ത് അദ്വൈതാചാര്യന് രജോ ഗുണത്തിലുള്ള ഭക്തന്മാർ, നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഭാഗ്യത്തിനൊരു ഭക്തന്മാരുടെ സമൂഹത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെ നമുക്ക് ഇപ്പം പ്രത്യേകിച്ച് KBR നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അങ്ങനെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നവരോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമുക്കിപ്പോൾ ഗസ്റ്റായിട്ട് വന്ന ഡിവോട്ടീസിന് ഇവിടെ വന്ന് അവർക്ക് വീട്ടിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസോസിയേഷൻ ഒരുപാടുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതേപോലെ എങ്ങനെയാണ് അദ്വൈതാചാര്യന് ഇതേപോലത്തെ അസോസിയേഷൻ നിന്നിട്ടും അദ്ദേഹത്തിന് ഡിവോഷൻ സർവീസിൽ ടേസ്റ്റ് അത് ആ മായന്റെ ഇൻഫ്ലുവൻസ് പോകാത്തത് എങ്ങനെയാണ്? കാരണം അദ്ദേഹത്തിന് ആ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഭക്തിയിലുള്ള ആ ടേസ്റ്റ്, വിഗ്രഹാരാധന ചെയ്യുന്നു, ഭക്തന്മാരുമായിട്ട് നിരന്തരം ഇടപഴകുന്നു, ഭക്തന്മാരെ സേവിക്കുന്നു, ഹരിദാസ് ഠാക്കൂറിനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിലൊരു നല്ലൊരു രുചി അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ എക്സ്ട്രാ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് വരുന്നില്ല. അതേപോലെ ഹരിദാസ് ഠാക്കൂറിന് കാമത്തിന്റെ ഇതാണ് വരുന്നത്, പക്ഷെ അദ്ദേഹത്തിന് നാമത്തിൽ അത്രയും രുചിയുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതിനും വശംവദനായിട്ട് തീരുന്നില്ല. അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് പലരുമായിട്ട്, പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ വരണമെങ്കിൽ നമുക്ക് ഡിവോഷൻ സർവീസിന് രുചി വേണം. രുചിയില്ലെങ്കിൽ അത് നമുക്ക് ആ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഒരു രുചി ഉണ്ടെങ്കിലേ മറ്റു രുചിയുടെ പുറകെ പോകാതിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക്, കാരണം നമ്മൾ ജീവസത്തയുടെ ഒരേ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാം. അത് ആ ഒരു എൻജോയ്മെന്റ് ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കൃഷ്ണനുള്ളത് കൊണ്ടാണ് നമുക്കുള്ളത്. കൃഷ്ണന്റെ ഒരു ചെറിയൊരു സാമ്പിളാണ് നമ്മൾ. അതുകൊണ്ട് കൃഷ്ണൻ അൾട്ടിമേറ്റ് എൻജോയർ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു എൻജോയ് ടെൻഡൻസി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ എൻജോയ് ടെൻഡൻസി നമ്മൾ ഭഗവാന്റെ സർവീസ് ചെയ്ത് ഭഗവാനെ പ്ലീസ് ചെയ്യണമെന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിലായതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ എൻജോയ് ടെൻഡൻസി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ 3 ഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ് എല്ലാ ഡിവോട്ടീസിനോടും, ഏതെങ്കിലും ഒരു റെഗുലറായിട്ടൊരു സർവീസ് എടുത്ത് അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ നാമം ജപിക്കുന്നുണ്ട് വീട്ടിലിരുന്ന്, അതേപോലെ ക്ഷേത്രത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് എടുത്ത് ചെയ്യാം. ഇപ്പം വ്രജസേവ പ്രഭു, ഷഡ്വിജ പ്രഭു, അവരൊക്കെ സൂർ ഗോപാൽ പ്രഭു,
മാതാജി പൂ കെട്ടുന്നുണ്ട്. അങ്ങനെ അങ്ങനെ രംഗമയി പ്രഭു, വിശ്വനാഥ് പ്രഭു, ഗൗരപ്രിയവാജി, അങ്ങനെ എല്ലാവരും, പ്രഭുവുണ്ട്, പ്രഭു തൂക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ഡിവോഷൻ സർവീസിൽ എൻഗേജ്ഡ് ആണ്. ബാക്കിയുള്ളവരും ഏതെങ്കിലും ഒരു സർവീസ് ചെയ്യും. നമ്മൾ കുറച്ച് സെൽഫ്ലെസ് ആയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമായിരിക്കും. ഞാൻ വീട്ടിൽ ആൾട്ടാർ എടുക്കും, വീട്ടിൽ ഇതിന് പൂ വയ്ക്കും. അവിടെ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരിത് വരും. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എപ്പോഴും കാണാൻ പറ്റും, എനിക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ ടെമ്പിളിൽ വന്ന് ചെയ്താലും അത് വേറെ ആൾക്കാരായിരിക്കും എൻജോയ് ചെയ്യുന്നത്. ഞാൻ ഫ്ലോർ ക്ലീൻ ആക്കി വെച്ച് വേറെ ആൾക്കാർ, അപ്പം വേറെ ആൾക്കാർ അതാണ് സർവീസ്. ഞാൻ എൻ്റെ വീട്ടിൽ പ്രസാദം ഉണ്ടാക്കി എൻ്റെ വിഗ്രഹം വെച്ച്, അതും ഡിവോഷൻ സർവീസ് തന്നെയാണ്. പക്ഷെ അവിടെ ഞാൻ എൻ്റെ വീട് എന്നുള്ള ഒരിത് വരും. പക്ഷെ ടെമ്പിളിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ടെമ്പിളിൽ നമ്മൾ ചെയ്യുമ്പം ഞാൻ ചെയ്യുന്നു, അത് മറ്റുള്ളവരാണ് അതിനെ, നമ്മൾ കുറച്ചും കൂടെ സെൽഫ്ലെസ് ആയിട്ടാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഭൂരിപക്ഷം ഈ ക്ലാസ് ഓൺലൈനിൽ പറയുന്നില്ല, ഭൂരിപക്ഷം ഇവിടെയുള്ളവരെല്ലാം ഭൂരിപക്ഷം പേരും ഡിവോഷൻ സർവീസിൽ എൻഗേജ്ഡ് ആണ്. അവര് ചെയ്യുന്നത് ക്രമേണ കൂട്ടാനായിട്ട് ശ്രമിക്കും. പിന്നെ ചെയ്യാത്തവർക്ക് ചെയ്യാൻ ഒരു റെഗുലർ സർവീസ് ഇല്ലാത്തവര് അത് ഏതെങ്കിലും എടുത്ത് ചെയ്യാം. സൺഡേ ആണെങ്കിൽ സൺഡേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് കുറേ അത് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടും. നമുക്ക് നഷ്ടപ്പെടുത്താൻ തോന്നത്തില്ല. എന്തെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. ഭഗവാൻ അതേ നോക്കുള്ളൂ. നമുക്കിപ്പം നമ്മൾ വിചാരിക്കും ഡിവോഷൻ സർവീസ് എന്ന് വെച്ചാൽ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഇരുന്ന് ക്ലാസ് എടുക്കുകയോ അതൊന്നുമല്ല. ഡിവോഷൻ സർവീസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. നമ്മൾ ടെമ്പിളിലേക്ക് കയറി ചെല്ലുന്നു, ഏതെങ്കിലും ഒരു ഭാഗം അൺക്ലീൻ ആയിട്ടിരിക്കുന്നു, നമ്മളെടുത്ത് അത് ചെയ്താണ്. അപ്പൊ ആരെങ്കിലും ചോദിക്കുമോ? അയ്യോ, ടെമ്പിൾ വൃത്തിയായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകത്തുള്ളൂ, ആരും ചോദിക്കത്തില്ല. ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇവിടെ ഹരേകൃഷ്ണ പ്രഭു ഉണ്ട്, ഷഡ്ഭുജ പ്രഭു ഉണ്ട്, വ്രജസേന പ്രഭു ഉണ്ട്, പ്രഭു പറഞ്ഞു എന്തെങ്കിലും ടെമ്പിളിൽ എന്തെങ്കിലും സർവീസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ആരും ഒന്നും പറയത്തില്ല. നമുക്ക് ആ ഒരു റെഗുലർലി ആ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ടേസ്റ്റ് വരും. ഈ ടേസ്റ്റ് കൊണ്ട് മാത്രമേ നമുക്ക് ഔട്ട്സൈഡുള്ള ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ നമ്മൾ പുറത്തു വന്ന് പരിശുദ്ധ ഭക്തന്മാരുമായിട്ടും കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫ് സെക്യൂർ ആണ്. തീർച്ചയായിട്ടും തിരിച്ച് ആത്മീയ ലോകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ട് എല്ലാവരും ജപിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത്. ജപം ഇല്ലായിരുന്നുവെങ്കിലും നിങ്ങൾ വരത്തില്ലായിരുന്നു. ജപിക്കുന്നുള്ളതുകൊണ്ടാണ് വരുന്നത്. ഇനി അത് കൂട്ടാനായിട്ട് പറ്റണം, പതുക്കെ കൂട്ടാനായിട്ട് പറ്റും. നമുക്ക് ആരോഗ്യമുള്ള സമയത്തേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആരോഗ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റും. നമുക്ക് ഉള്ള എനർജി, നമ്മൾ വീട്ടിന് വേണ്ടി ഭക്ഷണമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഫ്രീ ടൈം കാണും. ആ ഫ്രീ ടൈം നമ്മൾ കുറച്ചെങ്കിലും യൂസ് ചെയ്ത് ഡിവോഷൻ സർവീസ് ചെയ്യാം. അത് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. ടെമ്പിൾ ഫെസ്റ്റിവലിൽ വന്ന് നമ്മൾ ഒരുപാട് ചെയ്ത് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് പിന്നെയും വന്ന് ചെയ്യുമ്പോൾ അതറിയില്ല. നമുക്കിതൊരു മരുന്ന് പോലെയാണ് ഡിവോഷൻ സർവീസ്. അപ്പോൾ റെഗുലർലി ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ അത് ഗ്രാജുവലി ഉയർത്തും. നമുക്ക് തന്നെ അത് ഉയർത്താനായിട്ട് പറ്റും. അങ്ങനെ അത് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം അതാണ്. നമ്മൾ ജപിക്കുകയും ഒരു റെഗുലറായിട്ടുള്ള സർവീസ് എടുത്ത് ചെയ്യും. എല്ലാവർക്കും സർവീസ് ഉണ്ടാവും. ആർക്കും നമ്മൾ എനിക്ക് സർവീസ് കിട്ടിയില്ല എന്ന് ഒരു പരാതി അവിടെ ഉണ്ടാകത്തില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു സർവീസ് അവിടെ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ സർവീസ് ചെയ്യുമ്പോൾ ഉദ്ദേശം എന്താ? ഞാനത് ചെയ്തു ഒരു ഇതല്ല. ഞാൻ ക്ഷേത്രത്തിൽ വന്ന് ഈ സർവീസ് ചെയ്യുമ്പോൾ ഞാനൊരു വിഗ്രഹത്തിനെ ആരാധിക്കുകയാണെങ്കിലും ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിലും റൂം തൂക്കുകയാണെങ്കിലും നമ്മുടെ ഉദ്ദേശം എന്താണ്? സർവീസ് ചെയ്യുമ്പം ഞാനിത് വൃത്തിയായിട്ട് ചെയ്താൽ, നല്ല രീതിയിൽ ചെയ്താൽ
കൃഷ്ണനോട് ഇവിടെ കയറി വരുന്ന വ്യക്തികൾക്ക് ഒരു താല്പര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൃഷ്ണന്റെ അടുത്തേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അതാണ് സർവീസിന്റെ ആത്യന്തികമായിട്ടുള്ള മൂഡ്. നമ്മൾ മറ്റ് എൻ്റെ സീനിയർ ഡിവോട്ടി പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ അവർ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഉത്സാഹം പോകും. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട. അവര് കണ്ടോ ഞാൻ ചെയ്യുന്നത്, അവര് കണ്ടോ ഇവര് കണ്ടോ, ഇവർ അപ്രീഷിയേറ്റ് ചെയ്തോ, ഇങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പോയി എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പം എൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന എന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ എല്ലാവർക്കും കൃഷ്ണനോട് കുറച്ചെങ്കിലും ഇഷ്ടം കൂടട്ടെ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ടെമ്പിളിൽ എന്ത് സർവീസ് ചെയ്യുമ്പോഴും അത് എനിക്കെന്താവും, സീനിയർ ഡിവോട്ടിക്ക് എന്താവും, ടെമ്പിൾ പ്രസിഡന്റ് എന്താവും എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാനിത് ചെയ്യുന്നത് കാരണം എല്ലാവർക്കും കൃഷ്ണനോട് കുറച്ചും കൂടെ ഇഷ്ടം ഉണ്ടാവണം എന്നതായിരിക്കണം നമ്മുടെ സർവീസിന്റെ മൂഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാനും കൂടുതൽ ഉത്സാഹം കിട്ടാനും ഒന്നും നമ്മുടെ ഉത്സാഹത്തിന് തടസ്സപ്പെടുത്താതിരിക്കാനും പറ്റും. അപ്പം അതാണ് എൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. നമ്മൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നമുക്കെന്താണ് സുഖം കിട്ടും. അല്ല, കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ കാണുള്ളൂ. അറിയാവുന്ന ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ വിഗ്രഹത്തിന് മുമ്പ് പോയാലും ഭവാനി നമ്മളെ ചെയ്യണം. അല്ല, ഭഗവാൻ കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ കാണുന്നു. കാരണം ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടതാണ്, ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണം ഏത് കാര്യമായാലും. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് ഭഗവാൻ അദ്ദേഹത്തിന്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. കറക്റ്റാണ് പ്രോ പറഞ്ഞത്. ഭൂരിപക്ഷം ആൾക്കാരും ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്നെ കാത്തുരക്ഷിക്കണേ, എൻ്റെ കുടുംബത്തെ കാത്തുരക്ഷിക്കണേ, എനിക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവരുത്, എൻ്റെ മക്കൾക്ക് അസുഖമൊന്നും ഉണ്ടാവരുത്, ഇങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അതൊരു തരത്തിലൊരു ബിസിനസ് മെൻറ്റാലിറ്റി ആണ്. അത് നല്ലതാണ്. മറ്റ് അമ്പലത്തിലോ ഒന്നും പോകാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതാണ്. പക്ഷെ അതൊരു ബിസിനസ്സാണ്. നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഒരു ടൂറിന് പോവുകയാണ്, എൻ്റെ വീടൊന്ന് കാത്തു രക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പോലീസുമായിട്ടുള്ള ഒരു ബിസിനസ് പോലെ നമ്മൾ ഭഗവാന് വേണ്ടി ഇത് ചെയ്യാം. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ എനിക്ക് അങ്ങേ സേവനം ചെയ്യാൻ പറ്റണമേ, അങ്ങേ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഭഗവാൻ ഓട്ടോമാറ്റിക്കലി നമ്മളെ കെയർ ചെയ്തോളും. നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നില്ല. പരിശുദ്ധ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രാർത്ഥന. വരുന്ന ആൾക്കാർക്കെങ്കിലും ഒരു ബാക്കി ഒരു ആൾക്കാർക്ക് അതിനെപ്പറ്റി നമുക്കെന്ത് കിട്ടും എന്നുള്ള ചിന്താഗതിയാണ് 99%. അല്ലെ, നമ്മളിപ്പോൾ ഹരിപ്രഭുവാണ് നമ്മുടെ ക്ലാസ് കിടക്കുമ്പോഴാണ് പറയുന്നത് നമ്മൾ ഭഗവാൻ നമ്മളെങ്ങനെ പ്രീതിപ്പെടുത്താം, അത്രത്തോളം നമുക്കും സന്തോഷം കിട്ടും, ഭഗവാനും ഇങ്ങനെയാണ് ചെയ്യാനെന്നാണ് പറയുന്നത്. കറക്റ്റ്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? ഭൗതിക ലോകത്ത് ജനിക്കുമ്പോൾ 3 ത്രിഗുണങ്ങളും കൂടാതെ 6 മാലിന്യങ്ങൾ ആണ് ജനിക്കുന്നത്. എന്തിനാണ് അങ്ങനെ? നമ്മൾ ഇവിടെ ജനിക്കുമ്പം എന്തുകൊണ്ടാണ് ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയുള്ളത്, എന്തുകൊണ്ടാണ് ഈ സ്ഥലത്ത് ജനിക്കുന്നതെന്നാണ് പ്രഭുവിൻ്റെ ചോദ്യം. നമ്മൾ ഭഗവാനെ മറക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നത്. നമ്മളെല്ലാം ആത്മീയ ലോകത്തുള്ളവരാണ്. ഭഗവാനെ മറക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത്. സ്വാഭാവികമായിട്ട് ഭഗവാനെ മറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ മറക്കാൻ പറ്റത്തില്ല. ഞാൻ ആത്മാവാണെങ്കിൽ ഉറപ്പായിട്ട് ഭഗവാന്റെ അംശമാണ് ഞാൻ. തീർച്ചയായിട്ടും ഭഗവാനെ ഞാൻ സേവിക്കണം എന്നുള്ള. പക്ഷെ ആ ഭഗവാനെ സേവിക്കണം എന്നുള്ളത് മറക്കാൻ ആഗ്രഹിച്ചിട്ടാണ് നമ്മളെല്ലാം ഈ ഭൗതിക ലോകത്തിൽ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ത്രിഗുണങ്ങൾ അതിനുവേണ്ടിയാണ് ഇവിടെ ത്രിഗുണങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ സ്വാധീനത്തിൽ നമ്മൾ ഈ ശരീരമാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ
എൻജിനീയറാണ്, ഞാൻ സ്റ്റുഡൻ്റാണ് എന്നൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു ഡെസിഗ്നേഷൻ, അങ്ങനത്തെ ഉള്ള ഐഡൻറ്റിറ്റി എടുത്തു വച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ ഭക്തന്മാർ നമ്മളെ നിരന്തരം പറഞ്ഞ് ഭഗവാനെ സേവിക്കുന്നതാണ് ഉത്തമം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആ ജപമൊക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് വന്നു. മറ്റെന്തെങ്കിലും സംശയം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? Vaishnav Premadaji, how subtle body help one to transcend the three modes of material nature? സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം എങ്ങനെ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളതാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, വിദ്യാഹങ്കാരം. മനസ്സ് എങ്ങനെയാണ് നമ്മളെ മനസ്സ് ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ വിനിയോഗിക്കുക. ബുദ്ധി എന്ന് പറഞ്ഞാൽ പ്രഭുപാദിന്റെ ബുക്സുകൾ വായിക്കാനായിട്ട് യൂസ് ചെയ്യുക. വിദ്യാഹങ്കാരം എന്ന് വെച്ചാൽ ഞാൻ ശരീരം, എൻ്റെ ശരീരം, എൻ്റെ മൊബൈല്, എൻ്റെ ഇതെല്ലാം നമ്മൾ ഭഗവാന്റെ സേവനത്തിന് യൂസ് ചെയ്യും. എല്ലാത്തിനെയും ഭഗവാന്റെ സേവനത്തിൽ യൂസ് ചെയ്യും. മനസ്സുകൊണ്ട് പല പല കാര്യങ്ങൾ ചിന്തിക്കാം, നമുക്ക് ഭഗവാൻ എങ്ങനെ കൂടുതൽ സേവിക്കാൻ ചിന്തിക്കാം. ബുദ്ധി കൊണ്ട് നമുക്ക് ഒരുപാട് ഡിസിഷൻസ് എടുക്കാം. പ്രഭുപാദിന്റെ ബുക്സ് വായിച്ചാൽ എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ഡിസിഷൻ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് വിദ്യാഹങ്കാരം, എനിക്ക് ഒരുപാട് പ്രോപ്പർട്ടിയോ ഇതോ അതോ ഇതൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ എങ്ങനെ യൂസ് ചെയ്യും, ഭഗവാന്റെ സേവനത്തിന് യൂസ് ചെയ്യും. പ്രഭു അദ്വൈതാചാര്യൻ്റെ എക്സാമ്പിൾ പറഞ്ഞു പ്രഭു വളരെ വ്യക്തമായിട്ട്. ആ ടേസ്റ്റിലുകൊണ്ട് അവരതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മൾ ഡിവോഷൻ സർവീസ് വരുന്ന സമയത്ത് നമുക്ക് ആ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് അച്ചീവ് ചെയ്യുന്ന വരയ്ക്കും നമ്മളെങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മളെ അപേക്ഷിച്ച് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പ്രസാദം കഴിക്കാനൊക്കെ ആയിരിക്കും നമുക്ക് എക്സ്റ്റേണൽ ഒരു ടേസ്റ്റ് അറിയുന്നു, അല്ലാതെ ഇപ്പോൾ സേവനം ചെയ്യാനോ നാമം ജപിക്കാനൊക്കെ ടേസ്റ്റ് കിട്ടുന്നു. അപ്പോൾ അത് ആ ഒരു പോയിന്റ് എത്തുന്നതായിരിക്കും നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിന്റ്. അതിൻ്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് വരാൻ പറ്റുള്ളൂ. പക്ഷെ ഉടനടി ആ ടേസ്റ്റ് വരത്തില്ല. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പ്രഭു ചോദിച്ചത്. അതിനാണ് സ്പിരിച്വൽ മാസ്റ്റർ, ആധ്യാത്മിക ഗുരുവും ടെമ്പിൾ പ്രസിഡന്റും GPCയും ഒക്കെ പ്രഭുപാദ് നമുക്ക് തന്നിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. അപ്പം അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരും. നമുക്ക് രുചിയില്ലെങ്കിലും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അത് ക്രമേണ ആ രുചി വന്നു ചേരും നമ്മൾ പ്രോപ്പർ പ്രോസസ്സിലൂടെ പോകുകയാണെങ്കിൽ. അപ്പം അവരുടെ നിർദ്ദേശങ്ങൾ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആ നിർദ്ദേശങ്ങൾ നമ്മൾ ഉറച്ചു നിൽക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ക്രമേണ രുചി വന്നു ചേരും. വരത്തുള്ളൂ. ഡിവോഷൻ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കും. ജപത്തിന്റെ മീനിങ് തന്നെ കൃഷ്ണ എനിക്ക് ഡിവോഷൻ സർവീസ് തരണമേ എന്നാണ്. അപ്പം ഭഗവാൻ തരും. ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഡിവോഷൻ സർവീസ് തരും. പക്ഷെ അത് എടുക്കണം നമ്മൾ. അല്ല നമ്മൾ എപ്പോഴും കൃഷ്ണ കൊണ്ട് ഡിവോഷൻ സർവീസ് തരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവോഷൻ സർവീസ് എടുക്കുന്നില്ലെങ്കിൽ അതല്ല അർത്ഥം. എന്തെങ്കിലും ഒരു സർവീസ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു സർവീസ്. രജസേവ പ്രഭു കണ്ടില്ല, അദ്ദേഹം ശനിയാഴ്ച വന്ന് അദ്ദേഹം പ്രഭുപാദിനെ ഡ്രസ് ചെയ്യും. പിന്നെ അദ്ദേഹം എപ്പം പ്രസാദം വിളമ്പിയാലും അദ്ദേഹം ആദ്യം വന്ന് എല്ലാവർക്കും വിതരണം ചെയ്യും. അപ്പം അത് സർവീസാണ്. എന്നിട്ടേ അവസാനം അദ്ദേഹം കഴിക്കത്തുള്ളൂ. നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണും ചെയ്യാനായിട്ട്. പക്ഷെ അത് എപ്പോഴും ഇപ്പം നമ്മളൊരു തീരുമാനിച്ചു പോകരുത്. ഞാനിത് അങ്ങനെ നമ്മള് അതനുസരിച്ച് ഇതാവണം. ഇപ്പം നമ്മളിപ്പം കുക്ക് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്ന് പോകുന്നത്. പക്ഷെ പറയുകയാണ് മാതാജി അവിടെ പോയി ആ കൗണ്ടറിൽ ഇരിക്കും എന്ന് പറയുമ്പോൾ അത് നമ്മൾ അഗ്രി ചെയ്യണം. ഞാൻ കുക്കേ ചെയ്യത്തുള്ളൂ, കുക്കിംഗ് സർവീസേ ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. അവിടെ ഡു ദ നീഡ്ഫുൾ. എന്താണ് അപ്പം ക്ഷേത്രത്തിന് ആവശ്യം അതായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതും ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രോപ്പർ ആവത്തില്ല. അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യാം. അതാണ് ഏറ്റവും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ആ ഫ്ലെക്സിബിൾ ആയി കൊടുക്കുക. അവർ അതനുസരിച്ച് നമ്മളത് ചെയ്യാന്നുള്ളത്. ഗ്രന്ഥരാഷ്ട്രം ഭഗവത്ഗീത കീ ജയ്, ശ്രീല പ്രഭുപാദ് കീ ജയ്, അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ഇന്ന് നമുക്ക് പ്രസാദം തന്നിരിക്കുന്നത് ഹർഡേസ് അമലമാതാജിയാണ്. മാതാജിക്കും ഫാമിലിക്കും ഒക്കെ ഡിവോഷണലി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി നമുക്കെല്ലാവർക്കും
3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയും. ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു യാത്ര പോകുന്നുണ്ട് ജഗസാക്ഷി പ്രഭു. അപ്പം ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാതാജി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. മധുരയില് നമുക്ക് 108 ദിവ്യക്ഷേത്രങ്ങൾ, ദിവ്യദേശങ്ങളുണ്ട്. 108 ദിവ്യദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാൻ എറ്റേണലി അവിടെ ഉള്ള സ്ഥലങ്ങളാണ് ഈ ദിവ്യദേശങ്ങൾ എന്ന് പറയുന്നത്. അത് തമിഴ്നാട്ടിൽ ഒരുപാടുണ്ട്, കേരളത്തിലും ഉണ്ട്. നമ്മുടെ ഈ പത്മനാഭസ്വാമി ഒരു ദിവ്യദേശമാണ്. അതേപോലെ പത്മനാഭസ്വാമി പോലെ മറ്റ് 108 സ്ഥലങ്ങളുണ്ട്. അപ്പം അതിലേക്കാണ് ഈ യാത്ര പോകുന്നത്. അത് ജഗസാക്ഷി ഏകദേശം 11ഓളം ഇത്രയും ദിവ്യദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. അത് ഡേറ്റ് എന്ന് പറയുമ്പം 20 സെപ്റ്റംബർ, ഈ മാസം സെപ്റ്റംബർ 28ഉം 29ഉം ആണ്. നമ്മൾ ഒരു വെള്ളിയാഴ്ച വൈകിട്ടാണ് പോകുന്നത്. തിങ്കളാഴ്ച രാവിലെ നമ്മളെത്തും. അപ്പോൾ ഇത് ഒരു വ്യക്തിക്ക് അതിൻ്റെ ചാർജ് എന്ന് പറയുമ്പം നോൺ AC ആണെങ്കിൽ 4750, AC അതായത് ട്രെയിനും AC അവിടെ റൂമും ഒക്കെ AC ആണെങ്കിൽ നമുക്ക് 6500 ഒരു വ്യക്തിക്ക്. കുട്ടികൾക്ക് എങ്ങനെ 5 വയസ്സ് ഫുൾ ഇതാണ്. 5 വയസ്സിന് മുകളിലാണെങ്കിൽ ഫുള്ള്, 5 വയസ്സിന് താഴെയാണെങ്കിൽ ഇല്ല. അങ്ങനെയാണ് ഇതിൻ്റെ യാത്ര. അതിന് വെറുതെ ഈ സ്ഥലങ്ങൾ പോയി കാണുമല്ല ചെയ്യുന്നത്. അവിടെ ജഗസാക്ഷിക്ക് ഒരുപാട് അതിനെക്കുറിച്ച്, അതിൻ്റെ പുരാണത്തെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരും. അതിൽ നിന്ന് നമ്മൾ ആർജിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാവും ഈ ഇത് നമ്മൾ പോയിട്ടുള്ളവർക്കറിയാം. ഈ ദിവ്യദേശങ്ങളിൽ പോകുമ്പം അവിടുത്തെ വിഗ്രഹത്തിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാവും. നമ്മളിവിടുത്തെ പോലെ അങ്ങ് ദൂരെയുള്ള ചെറിയ വിഗ്രഹങ്ങളല്ല, വലിയ വിഗ്രഹങ്ങളാണ് ഭഗവാന്റെ വിഗ്രഹങ്ങൾ. നല്ല കാണാനും നല്ല രസമായിരിക്കും. പിന്നെ നല്ലൊരു നാട്ടിൻ പ്രദേശത്തായിരിക്കും ഈ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത്. അപ്പം പ്രസാദം എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 4750 ട്രെയിൻ ടിക്കറ്റും പ്രസാദവും എല്ലാം, അക്കോമഡേഷനും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ വരാൻ താല്പര്യമുള്ളവർ വിലാസിനി മാതാജിക്ക് പേര് കൊടുക്കാം. വിലാസിനി മാതാജിക്ക് പേര് കൊടുത്താൽ അത് നമ്മുടെ പേര് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഹരേ കൃഷ്ണ. രാധാകൃഷ്ണൻ 11-ാം തീയതി ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച ഇവിടെ ക്ലാസ് ഉണ്ടാവത്തില്ല. രാധാഷ്ടമിയാണ്. രാധാറാണിയുടെ ഭദ്രപൂർണ്ണി 18-ാം തീയതി. 11-ാം തീയതി രാധാഷ്ടമി. അത് അടുത്ത ബുധനാഴ്ച. അന്ന് എല്ലാ അവിടെ ഉണ്ട്. അഭിഷേകം ഉണ്ടാവോ? ഇല്ലല്ലോ അഭിഷേകം ഇല്ലല്ലോ. അവിടെ കീർത്തനും ക്ലാസ്സും പ്രസാദവും ഇതൊക്കെ ഉണ്ടാവും. ശ്രീല പ്രഭുപാദ് രാധാഷ്ടമിയിൽ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീല പ്രഭുപാദ് പറഞ്ഞു, ഓ മൈ ഡിയർ മദർ രാധാറാണി, പ്ലീസ് റെക്കമെൻഡ് മീ ടു യുവർ കൃഷ്ണ. എൻ്റെ പ്രിയപ്പെട്ട അമ്മയായ രാധാറാണി, എന്നെ കൃഷ്ണനിലേക്ക് റെക്കമെൻഡ് ചെയ്യണേ. എന്നെ ഇപ്പം രാധാറാണി റെക്കമെൻഡ് ചെയ്താൽ നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ നാമവാസി കിട്ടും. അപ്പം നല്ലൊരു അവസരമാണ്. നമുക്ക് വീട്ടിലെ നാമം ജപിക്കുന്നവരും വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കൊക്കെ പ്രസാദം കുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ നിവേദിക്കണ്ടല്ലോ, നിവേദിക്കാതെ കൊണ്ടുവരണം. നമ്മൾ കുക്ക് ചെയ്തിട്ട് ചെറിയ ബോക്സിലാക്കി നിവേദിക്കാതെ നമുക്ക് അവിടെ ഏൽപ്പിച്ചാൽ മതിയാവും. 5 മണി 5:30 ആകുമ്പോൾ ഏൽപ്പിച്ചാൽ മതിയാവും. അതെല്ലാം നമ്മൾ ഓഫറിങ് എടുക്കും.
അതാണ്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. നമുക്ക് ഒരുപാട് മേഴ്സി കിട്ടുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ എല്ലാവരും ഇത് പങ്കെടുക്കുക. ഹരേ കൃഷ്ണ. ഭദ്രപൂർണിമ എന്ന് പറയുമ്പോൾ 18-ാം തീയതിയാണ്. ഭദ്രപൂർണിമയിലെ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഏതൊരു വ്യക്തിയാണ് ശ്രീമദ് ഭാഗവതം ആ ദിവസം ദാനം ചെയ്യുന്നത് അവർക്ക് ആത്മീയ ഗ്രഹത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇവിടെ എല്ലാവരുടെയിലും ഭാഗവതം ഉണ്ട്, എല്ലാവരുടെയിലും ഉണ്ട്, എല്ലാ വീട്ടിലും ഉണ്ട്. ഇല്ല. അപ്പം നമുക്ക് ആ ദിവസങ്ങളിൽ ഡിവോട്ടീസ് ചിലപ്പോൾ ദാനം ചെയ്യും. അത് അവർ ചിലപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ വിളിച്ച് പറയും നമ്മളോട്. അപ്പം അത് വാങ്ങിക്കുകയും അത് വായിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹരേ കൃഷ്ണ.